ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു അരമുറി സവാള ഇട്ട് കൊടുക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തക്കാളി, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാത്തൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കിയ നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 പിടി തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതൊന്ന് റെഡിയായി വന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടുകൊണ്ട് ഒന്ന് അരച്ച് നമ്മളുടെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് വേണമെങ്കിൽ ചെറിയുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ചെറുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുള്ളിയൊക്കെ കുറവാണ്, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഒഴിച്ചു കൊടുക്കാം, തേങ്ങ അരച്ചത്. എന്നിങ്ങനെ നമ്മൾ ഇതിലേക്ക് തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മളുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അവസാനമായിട്ട് മേളിൽ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്.